പി ദിവ്യ എന്ന് പറയുന്ന ധാർഷ്ട്യത്തിൻ്റെ മുഖപടം അണിഞ്ഞൊരു നേതാവാണോ എന്ന് എനിക്കറിയില്ല. അവരൊക്കെ ഇങ്ങനെ നേതാവെന്ന് പറയാവുന്ന പോലും എനിക്കറിയില്ല. അവരിരുന്നിങ്ങനെ പറയാൻ ആർമാദിച്ച് അദ്ദേഹത്തിൻ്റെ തല ഇങ്ങനെ ആവുകയാണ്. നവീൻ ബാബുവിൻ്റെ തല ഇങ്ങനെ അവസാനം പറയാണ്, നിങ്ങളിനി പോകാൻ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ, നിങ്ങൾക്ക് തരുന്ന മെമൻറ്റോ നിങ്ങൾ ഏറ്റുവാങ്ങുന്നത് കാണാനുള്ള ഒരു ഇതെനിക്കില്ല, മാനസികാവസ്ഥ എനിക്കില്ല. എന്തൊക്കെയാണ് ആ സ്ത്രീ വിളിച്ച് പറഞ്ഞത്? ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനെന്ന് അദ്ദേഹം വർക്ക് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെന്റിലും സർട്ടിഫിക്കറ്റ് മേടിച്ചൊരു വ്യക്തിയാണ്. CPM കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു വർഷങ്ങളോളം. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് പി ദിവ്യ എന്ന് പറഞ്ഞ സ്ത്രീ. സ്വന്തം കാര്യ താല്പര്യത്തിന് വേണ്ടി അവർക്ക് ഒരു പെട്രോൾ പമ്പ് കിട്ടണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കള്ളക്കഥ ഉണ്ടാക്കി. നമ്മൾ അതിൻ്റെ മെറിറ്റിലേക്ക് പോകണ്ട, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും ഇവരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? പത്തനംതിട്ടയിലെ ആണ് വീട് അദ്ദേഹത്തിൻ്റെ. അവിടെയുള്ള CPMകാർ മുഴുവൻ വന്നു, ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല, നവീനെ പോലെ ഇത്രയും നല്ല ഉദ്യോഗസ്ഥനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ CBI അന്വേഷണത്തിന് പോകുന്നു എന്ന് കണ്ടപ്പോൾ അവർ തന്നെ അതിൽ കയറി ഉടക്കി. ആ സമയത്ത് പിണറായിയാണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും. ഇപ്പോൾ ഇത് CBI അന്വേഷണത്തിന് വിടണം എന്ന് ഒരു നിശ്ചയമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ നമ്മുടെ രാകേഷ് ഉണ്ടല്ലോ, കെ രാകേഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം പറയാണ്, സ്വന്തം പോലീസിനെ കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ മോഡിയുടെ പോലീസിനെ കൊണ്ടുവരുന്നത്? എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത്? സ്വന്തം പോലീസ് എന്ന് പറയാനേ അങ്ങനെ ആർക്കും സ്വന്തമില്ല. സ്വന്തമായി വച്ചിരുന്നത് CPMകാരാണെന്ന് തന്നെ പറയണം. പോലീസിനെ സ്വന്തമായിട്ട് ഞങ്ങളുടെ കാര്യം എന്ന് മാത്രം പറഞ്ഞു വച്ചിരുന്നത് CPMകാരാണ്. അങ്ങനെയല്ല. പക്ഷേ ഇവിടെ നീതി കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇവിടുത്തെ പോലീസിനെ കുറിച്ച് ഞാൻ മോശമായി പറയുന്നതേ അല്ല. സെൻട്രൽ ബ്യൂറോ വരുന്നതിന് അതിൻ്റെതായ മെറിറ്റ് ഉണ്ട്. അവർക്ക് ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല. ഇനി 5 കൊല്ലം കഴിഞ്ഞിട്ട് ആര് ഭരണത്തിലേക്ക് വരുന്നത് ചിന്തയുടെയും ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അവര് വരട്ടെ. ഇവർക്ക് പേടിക്കാനൊന്നുമില്ല, രാകേഷിന് പേടിക്കാനൊന്നുമില്ല, ദിവ്യക്ക് പേടിക്കാനൊന്നുമില്ല. പിന്നെ എന്തിനാ പേടിക്കുന്നേ? വന്ന് ക്ലിയർ ചെയ്ത് പോട്ടെ. ജനമനസ്സിലുള്ള ഒരു സംശയം മാറി കിട്ടുമല്ലോ.